നമസ്കാരം. ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒക്ടോബർ മാസത്തിൽ ഏറ്റെടുത്ത ദൗത്യം ഭംഗിയായി പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് മാസത്തിന്റെ ആദ്യത്തെ പകുതിയിൽ അഹോരാത്രം പ്രവർത്തനം വേണ്ടിവരും. എന്നിരുന്നാലും ഏറെക്കുറെ പൂർത്തീകരിക്കുവാനും ഒരുപക്ഷെ അതിൽ നിന്നൊരു നേട്ടമുണ്ടാവുക എന്നതൊക്കെ നവംബർ 17 ശേഷമേ ഉണ്ടായിത്തീരുകയുള്ളൂ. എന്നിരുന്നാലും അഹോരാത്രം പ്രവർത്തിക്കാൻ തീരുമാനിക്കും. ഇതിന്റെ വെളിച്ചത്തിൽ പുണ്യതീർത്ഥ യാത്രകളിൽ നിന്നും പിന്മാറുവാനിടയുണ്ട്. മറ്റു ചിലർക്ക് കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ വേണ്ട വിധത്തിൽ നിവർത്തിക്കുന്നതിന്റെ ഭാഗമായിട്ട് അന്യനാട്ടിലോ വികസിത രാഷ്ട്രത്തിലോ താമസിക്കുന്നവർക്ക് ജന്മനാട്ടിൽ വന്നു പോകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. വരവും ചെലവും തുല്യമായിരുന്നാൽ ഒരുപക്ഷെ ശമ്പളം കൊടുക്കുവാനായിട്ട് ധനകാര്യ സ്ഥാപനത്തെ താൽക്കാലികമായിട്ട് ആശ്രയിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഭക്തി ശ്രദ്ധാപുരസരം ചെയ്യുന്ന കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ യോഗം കാണുന്നുണ്ട്. പല വിധത്തിലുള്ള അബദ്ധധാരണകളുള്ള മേലധികാരികൾക്ക് രേഖാപരമായിട്ട് കാര്യകാരണങ്ങളെല്ലാം സമർപ്പിക്കുന്നത് വഴി ഈ മിഥ്യാധാരണകളെല്ലാം ഒഴിവാക്കുകയും ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ചുമതലകൾ ഏറ്റെടുക്കുവാനുള്ള അവസരം വന്നു ചേരുവാനും ഇടയുണ്ട്. വീഴ്ചകൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. അമിത വേഗതയിലുള്ള വാഹന ഉപയോഗം, അസമയങ്ങളിൽ ഉറക്കമൊഴിച്ചുള്ള യാത്ര പരമാവധി ഒഴിവാക്കുന്നത് നന്നായിരിക്കും. വിട്ടുവീഴ്ച മനോഭാവത്താൽ കുടുംബത്തിലെ വസ്തുതർക്കം പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ട് മാതാപിതാക്കളുടെ നിർബന്ധമായിരിക്കാം. എന്നിരുന്നാൽ പോലും അതിനുവേണ്ടി തയ്യാറാകുന്നത് നന്നായിരിക്കും. അന്യദേശത്തോ വികസിത രാഷ്ട്രത്തിലോ താമസിക്കുന്ന പുത്രപൗത്രാദികൾ ഡിസംബർ മാസത്തിൽ അവധിയെടുത്തു വന്നു ചേരുന്നുണ്ട് എന്നറിഞ്ഞതിനാൽ ഗൃഹത്തിന്റെ അറ്റകുറ്റപ്പണികൾക്ക് തുടക്കം കുറിക്കുവാൻ അവസരം ഉണ്ടായിത്തീരും. സങ്കീർണമായിട്ടുള്ള ഏതൊരു വിഷയങ്ങളെയും അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുമെങ്കിൽ പോലും ഒരുപക്ഷെ ഇതിന്റെ വെളിച്ചത്തിൽ ശനി, ഞായർ എന്നീ ദിവസങ്ങളിലൊക്കെ തന്നെ ധാരാളം യാത്രകൾ വേണ്ടി വരുവാനും മാസത്തിന്റെ 1-2 ദിവസം ഒടുവില് അവധിയെടുക്കുവാനും സാധ്യതയുണ്ട്. പാരമ്പര്യ പ്രവൃത്തികളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരും. ക്ഷമ, ആദരവ്, സഹനശക്തി എന്നിവ അവലംബിക്കുന്നത് വഴി ഏതൊരു വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന ചിലർക്ക് തണുപ്പ് രാജ്യത്തിൽ നിന്നും മാറി സമശീതോഷ്ണ പ്രദേശങ്ങളിലേക്ക് ഉദ്യോഗത്തിന് അപേക്ഷകൾ നൽകുവാനും ഇതിന്റെ വെളിച്ചത്തിൽ ഭാവിയിലേക്ക് മാതാപിതാക്കളെ ഒരുമിച്ച് താമസിപ്പിക്കുക എന്ന സങ്കല്പം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ജോലിക്ക് അപേക്ഷകൾ നൽകുവാൻ ഇടവരും. വിദഗ്ധരുടെയും അനുഭവജ്ഞാനമുള്ളവരുടെയും നിർദ്ദേശം സ്വീകരിച്ച് വ്യാപാര, വിപണന, വിതരണ മേഖലയിൽ മാറ്റങ്ങൾ വരുത്തുവാനും ആധുനിക പ്രചരണ രീതികൾ അവലംബിച്ചുകൊണ്ട് വിപുലമാക്കുവാനും അവസരം ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. പലപ്പോഴും ഭരണ സംവിധാനത്തിലെ അപാകതകൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ട് പുതിയ ആശയങ്ങൾ അവലംബിക്കാൻ സാധ്യതയുണ്ട്. കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന പദ്ധതികളിൽ വിജയം കൈവരിക്കും. പരമപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ അതിന്റെ അർത്ഥമൂല്യങ്ങളോടുകൂടി ഗ്രഹിക്കുകയും അവലംബിക്കുകയും ചെയ്യുന്നത് പല വിധത്തിലുള്ള അനിഷ്ടങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടയുണ്ട്. വിശ്വാസയോഗ്യമല്ലാത്ത സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ നിന്നും, കരാർ ജോലികളിൽ നിന്നും, സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറുവാനുള്ള ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കാനുള്ള ആർജവം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കുമെങ്കിലും തൃപ്തിയായ വിദ്യാലയത്തിൽ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. വികസിത രാഷ്ട്രത്തിൽ ഉപരിപഠനാർത്ഥം എത്തിച്ചേർന്ന പല വിദ്യാർത്ഥികൾക്കും സെപ്റ്റംബർ മാസത്തിൽ പാഠ്യപദ്ധതികളൊക്കെ പൂർത്തീകരിച്ചു. എന്നാൽ ജോലി ലഭിക്കാത്തതിന്റെ ആധി ഉണ്ടാകുവാനും മറ്റ് വളർന്നു വരുന്ന, വികസിച്ചു വരുന്ന രാജ്യത്തിലേക്ക് അപേക്ഷകൾ നൽകുവാനും ഇടയുണ്ട്. പലപ്പോഴും മേലുദ്യോഗസ്ഥന്റെ പ്രതിനിധിയായി പ്രവർത്തിക്കാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും.
സങ്കല്പങ്ങൾക്കനുസരിച്ച് ഉയരുവാനുള്ള സാഹചര്യങ്ങളെ വളരെ മനസ്സിലാക്കിക്കൊണ്ടും വളരെ വിവേചന ബുദ്ധിയോടുകൂടിയതായുള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം എല്ലാം ശുഭപരിസമാപ്തിയിലെത്തിക്കുവാനുള്ള യോഗം ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒക്ടോബർ മാസത്തിൽ യോഗമുണ്ട്. വിശാഖ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒക്ടോബർ മാസത്തിൽ നിലവിലുള്ള വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ ഇനി പുരോഗതി കുറവുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദീർഘവീക്ഷണത്തോടുകൂടി തന്നെ വാടകയ്ക്ക് കൊടുത്തുകൊണ്ട് വ്യാപാര വിപണന വിതരണ മേഖല ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും അതിനോട് ബന്ധപ്പെട്ട് വിദഗ്ധമായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തുവാനും സാധ്യതയുണ്ട്. പദ്ധതിയുടെ പൂർണ്ണരൂപം ഒരുപക്ഷെ 2025 മെയ് മാസത്തിന് ശേഷമേ തുടക്കം കുറിക്കാൻ അവസരമുണ്ടാവുകയുള്ളൂ. എന്നിരുന്നാലും ഒരു ധ്രുവീകരണം എന്ന നിലയിലും ഇനി തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളുടെ കാര്യകാരണങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഒരു വിദഗ്ധമായുള്ള നിർദ്ദേശം സ്വീകരിക്കാൻ അവസരം വന്നു ചേരും. ഇതിന്റെ വെളിച്ചത്തിൽ ഒക്ടോബർ മാസത്തിൽ മാത്രമല്ല ഇനിയുള്ള മാസങ്ങളിൽ 4-5 മാസങ്ങളിൽ ധാരാളം യാത്ര വേണ്ടി വരുവാനും ഇതിന്റെ വെളിച്ചത്തിൽ ഗൃഹത്തിൽ നിന്നും നിന്ന് താമസിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. ജോലിയോടൊപ്പം ഭാവിയിലേക്ക് സുരക്ഷിതത്വമുള്ള ജോലി സാധ്യതകളുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാനിടവരും. സകുടുംബം വികസിത രാഷ്ട്രത്തിലേക്ക് സ്ഥിരതാമസമാക്കുവാനുള്ള അനുമതി ലഭിക്കുന്നത് വഴി നിലവിലുള്ള ജോലി സ്ഥലത്ത് രാജിക്കത്ത് നൽകുവാനിടയുണ്ട്. പരസ്പര വിശ്വാസത്താൽ ആത്മാർത്ഥ സുഹൃത്തുക്കളുമായി പുതിയ കൃഷി രീതികളൊക്കെ തുടക്കം കുറിക്കുവാൻ യോഗം കാണുന്നു. പലപ്പോഴും ജോലിയോടൊപ്പം മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കുന്നത് വഴിയും ആശ്വാസത്തിന് യോഗമുണ്ട്. വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളിൽ ഏർപ്പെടുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. പ്രായാധിക്യമുള്ളവരുടെ വാക്കുകൾ അതിന്റെ അർത്ഥമൂല്യങ്ങളോടുകൂടി ഗ്രഹിക്കുകയും ചില കാര്യങ്ങളിലെല്ലാം സഹിഷ്ണുതയും ക്ഷമയും ആത്മസംയമനവും പാലിച്ചുകൊണ്ടും പ്രത്യേക ഈശ്വര പ്രാർത്ഥനകൾ നടത്തിക്കൊണ്ടും എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുന്നതിന്റെ വെളിച്ചത്തിൽ തൊഴിൽ മണ്ഡലങ്ങളെക്കാൾ കൂടുതൽ കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകുവാൻ ഇടയുണ്ട്. മക്കൾക്ക് ആർഭാടങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അന്തിമ നിമിഷത്തിൽ അവധി ലഭിച്ചതിനാൽ വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്നവർക്ക് ഡിസംബർ മാസത്തിലോടുകൂടി പുണ്യതീർത്ഥ ഉല്ലാസ യാത്രകളോടൊപ്പം തന്നെ ജന്മനാട്ടിൽ ദിവസങ്ങളോളം താമസിക്കുവാൻ തക്കവണ്ണം യാത്രയ്ക്ക് ഏർപ്പാടുകളൊക്കെ ചെയ്യുവാൻ ഇടയുണ്ട്. പ്രകൃതി ജീവന ഔഷധ രീതികൾ അവലംബിക്കുകയും ഉത്തേജന മരുന്നുകൾ ഒഴിവാക്കുകയും ചെയ്യുന്നതിന്റെ വെളിച്ചത്തിൽ ഇതിനോടൊപ്പം തന്നെ പ്രാണായാമം, യോഗ എന്നിവ പരിശീലിക്കുന്നതിന് തുടക്കം കുറിക്കുവാനിടവരും. ജീവിതചര്യയിൽ ഉൾപ്പെടുത്തുക എന്ന സങ്കല്പത്തോടുകൂടി പരിശീലനത്തിന് തുടക്കം കുറിക്കുവാൻ ഇടയുണ്ട്. നഷ്ടസാധ്യതകളെ വിലയിരുത്തി സാമ്പത്തിക ലാഭം കുറവുള്ള കരാർ ജോലികളിൽ നിന്നും പിന്മാറുവാനുള്ള ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരും. പലപ്പോഴും സ്വന്തം പോരായ്മകൾ മനസ്സിലാക്കിക്കൊണ്ട് അബദ്ധങ്ങളെ അതിജീവിക്കുവാനായിട്ട് അഹോരാത്രം പ്രവർത്തനം വേണ്ടിവരും. വിദഗ്ധരുടെ നിർദ്ദേശം സ്വീകരിച്ച് ചെയ്യുന്ന കാര്യങ്ങളിലും വിജയം കൈവരിക്കാൻ സാധ്യതയുണ്ട്. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കുവാനിടവരും. നീതിന്യായങ്ങൾ നടപ്പിലാക്കുവാൻ നിയമസഹായം തേടുവാനിടയുണ്ട്. കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസം പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ട് കാര്യകാരണ സഹിതം പദ്ധതികൾ സമർപ്പിക്കുവാനോ അല്ലെങ്കിൽ അതിന് ചർച്ചകൾ നയിക്കുവാനോ യോഗം കാണുന്നു. നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിനാൽ ചിലതൊക്കെ വിട്ടുപോകുവാൻ സാധ്യതയുള്ളത് കൊണ്ട് ചിലതെല്ലാം സഹപ്രവർത്തകരെയും കീഴ് ജീവനക്കാരെയും ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വാക്കും പ്രവൃത്തിയും ഫലപ്രദമാക്കി തീർക്കുവാൻ സാധ്യതയുണ്ട്. വീഴ്ചകൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. ഇടത് കൈയിനും ഇടത് കാലിനും അസുഖങ്ങള് ഒരു ബലക്ഷയം ഉണ്ടാകുമോ എന്ന തോന്നലോടുകൂടി വിദഗ്ധമായുള്ള പരിശോധനകൾ നടത്തുവാനും അതിന് തക്കവണ്ണമുള്ള ചികിത്സാ രീതികൾ അവലംബിക്കുവാനും യോഗം കാണുന്നു. വേണ്ടപ്പെട്ടവരുടെ ഉയർച്ചയിൽ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നത് വഴി
കൃതാർത്ഥതയും സമാധാനവും ഉണ്ടാകും. പൊതുജന ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സർവാത്മന സഹകരിക്കുവാൻ അവസരം വന്നു ചേരും. ഗൃഹോപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നുണ്ടെങ്കിലും ഡിസംബർ ജനുവരി മാസത്തോടുകൂടി മാറ്റി വാങ്ങുവാൻ തക്കവണ്ണം തയ്യാറെടുക്കുവാനിടയുണ്ട്. സ്വതസിദ്ധമായിട്ടുള്ള ശൈലി പലപ്പോഴും സ്വന്തം അത്ര ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ പോലും മറ്റുള്ളവർക്ക് മാതൃകാപരമായി എന്നറിഞ്ഞതിനാൽ ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. ഉപരിപഠനത്തിന് ഉദ്ദേശിച്ച വിഷയത്തിൽ പ്രവേശനം ലഭിക്കും. ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തുന്നവർ പരമാവധി മാസത്തിന്റെ രണ്ടാമത്തെ പകുതിയിലായിരിക്കും ഏറ്റവും നന്നാവുക. അതല്ലാത്ത നിലയിൽ 2-3 മാസം കഴിഞ്ഞിട്ട് പദ്ധതികൾ സമർപ്പിക്കുന്നതും ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തുന്നതും പൂർണ്ണ വിജയം കൈവരിക്കുവാൻ ഉപകരിക്കുവാനും ഇടയുണ്ട്. പലപ്പോഴും ആശയവിനിമയങ്ങളിൽ അപാകതകൾ വന്നു ചേരുന്നതിനാൽ അർഹമായിട്ടുള്ള സ്ഥാനമാനങ്ങൾ ലഭിക്കാതെ വരും. ഉദ്ദേശിച്ച കരാർ ജോലികൾ ഒപ്പുവയ്ക്കുവാനുള്ള സാധ്യതകളെ പോലും ഒഴിഞ്ഞു പോകാനുള്ള സാധ്യത പോലും കാണുന്നു. ഏതു പ്രകാരത്തിലും ഈ ഒരു മാസത്തിൽ എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയോടുകൂടിയും ഈശ്വര പ്രാർത്ഥനകളോടുകൂടിയും ആത്മസംയമനത്തോടുകൂടിയതായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം, വിവേചന ബുദ്ധിയോടുകൂടിയതായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നതും ഏറെക്കുറെ പൂർത്തീകരിക്കാനും ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാനും വിശാഖ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിന് യോഗമുണ്ട്. നമസ്കാരം.